പക്ഷേ അവിടെയാണ് ഒരു ട്വിസ്റ്റ് വരുന്നത്. ഈ ഒരു ലോങ് ഡ്രൈവിനൊക്കെ പോകുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ തോന്നാം. ഈ ഒരു വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ റഫ് യൂസ് ചെയ്തൊരു വണ്ടിയാണ്. ഏകദേശം ഒരു 1,00,000 കിലോമീറ്റർ അടുപ്പിച്ചു ആയിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു ഗോ ഡ്രൈവ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ അടുത്തുള്ളത് ഷെവർലെ ബീറ്റ് ആണ്. ഇത് ഡീസൽ വേരിയൻ്റ് ആണ്. സോ ബീറ്റ് ഡീസലിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എന്തായാലും നമുക്ക് ഇവിടുന്ന് വണ്ടി എടുക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഷെവർലെ എന്ന കമ്പനി ഇന്ത്യ വിട്ടു പോകുന്നതിന് മുന്നേ ഫ്രീ ആയിട്ട് ആളുകൾക്ക് കൊടുത്ത ഒരു വണ്ടിയായിരുന്നു ബീറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം എത്ര പേര് ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഇതിനെപ്പറ്റി ഓർക്കുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ലിറ്ററലി ആ ഒരു സമയത്ത് പത്രത്തിലൊക്കെ ഈ ഒരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫ്രീ ആയിട്ട് കൊടുത്തു എന്ന് പറയുന്നതിൽ ചെറിയൊരു കാര്യമുണ്ട്. കാരണം ആ ഒരു ടൈമിൽ ഒരു ക്രൂസ് എടുക്കുന്നവർക്ക് ഷെവർലെ വലിയ ഡിസ്കൗണ്ട്സ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. സോ ആ ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ബീറ്റിൻ്റെ വിലക്കടുത്തൊക്കെ വന്നിരുന്നതുകൊണ്ട് ഒരു ക്രൂസ് വാങ്ങുമ്പോൾ ഒരു ബീറ്റ് ഫ്രീ എന്നൊക്കെയായിരുന്നു കമ്പനി മാർക്കറ്റ് ചെയ്തിരുന്നത്. എന്തായാലും നമുക്ക് ബീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും കുറഞ്ഞ പ്രൈസിലുള്ള ഒരു ഡീസൽ ഹാച്ചാണ് ഷെവർലെ ബീറ്റ്. ഏറ്റവും കുറഞ്ഞ പ്രൈസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇതിലും കുറച്ച് സെൻ ഡീസൽ ഉണ്ടല്ലോ എന്ന്. സെൻ ഡീസൽ കുറഞ്ഞ പ്രൈസിൽ അവൈലബിൾ ആണെങ്കിലും നമുക്ക് പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ പറ്റുന്നത് ബി ഡീസൽ തന്നെ ആയിരിക്കും സെന്നുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം സ്പേസിൻ്റെ അവൈലബിലിറ്റി തന്നെയാണ്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഞാൻ സെൻ ഡീസൽ യൂസ് ചെയ്തിട്ടില്ലെങ്കിലും എസ്റ്റീം ഡീസൽ കുറച്ച് നാൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെന്നിൻ്റെയും എസ്റ്റീമിൻ്റെയും ഡീസൽ വേരിയൻസിൽ ഒരേ എഞ്ചിൻ തന്നെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ എസ്റ്റീം ഡീസൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചില പാർട്സ് ഒക്കെ കിട്ടാനായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്സ് കിട്ടില്ല എന്നല്ല, പക്ഷേ ബീറ്റ് പോലെ അത്രയും ഈസിലി അവൈലബിൾ അല്ലായിരുന്നു കുറച്ച് പാർട്സ് ഒക്കെ. പിന്നുള്ളൊരു പ്രശ്നം, സെൻ ഡീസൽ ഒരു 1500cc കാറ്റഗറിയിൽ വരുന്ന ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കോസ്റ്റ് ഒക്കെ ഒരു 3 ഇരട്ടി അടുപ്പിച്ച് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് മാർക്കറ്റിൽ കിട്ടാവുന്ന എഫോർഡബിൾ ഡീസൽ ഹാച്ച് ആണ് ബീറ്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. 2010 ആവുമ്പോഴേക്കാണ് ബീറ്റ് ഇന്ത്യയിൽ ലോഞ്ച് ആവുന്നത്. ആദ്യം ഇറങ്ങിയത് പെട്രോൾ വേരിയൻ്റ് ആണ്. പിന്നീട് 2011 ബീറ്റിന്റെ ഡീസൽ വേർഷൻ വന്നത്. നമ്മുടെ ഈ വണ്ടി 2011 മോഡലാണ്. ആ ഒരു സമയത്ത് ഇറങ്ങിയ വൺ ഓഫ് ദ മോസ്റ്റ് ഫ്യൂവൽ എഫിഷ്യന്റ് കാസിൽ ഒന്നായിരുന്നു ബീറ്റ് ഡീസൽ എന്ന് പറയുന്നത്. ഒരു 24 to 25 km/ലിറ്റർ ആണ് ബീറ്റ് ഡീസലിന് കമ്പനി ക്ലെയിം ചെയ്തിരുന്ന മൈലേജ്. പക്ഷെ ചില യൂസേഴ്സിന് ഒരു 32 km വരെയൊക്കെ മൈലേജ് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ബീറ്റ് എന്ന് പറയുന്ന വണ്ടിയുടെ ഒറിജിൻ എങ്ങനെയാണെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ദേവു എന്ന കമ്പനി 2002 ജനറൽ മോട്ടോഴ്സ് എക്വയർ ചെയ്യുന്നത്. ദേവു എന്ന കമ്പനിയെ പറ്റി പറയുമ്പോൾ മാറ്റസും സിയലോയും ആയിരിക്കും നമുക്ക് ഓർമ്മ വരുന്നത്. ആ ഒരു സമയത്ത് പോപ്പുലർ ആയിട്ടുള്ള പേരുകളായിരുന്നു ഇത് രണ്ടും. അത് കഴിഞ്ഞ് നെക്സിയ എന്നൊരു മോഡൽ കൂടി ദേവു ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സിയ എന്ന് പറയുന്നത് ആക്ച്വലി സിയലോയുടെ തന്നെ ഒരു പവർ പാക്ഡ് വേർഷൻ ആയിരുന്നു. പക്ഷെ അതൊന്നും ഇന്ത്യയിൽ വർക്കൗട്ട് ആയില്ല. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ദേവു എക്വയർ ചെയ്തതിന് ശേഷം ജനറൽ മോട്ടോഴ്സ് മാറ്റസിന്റെ ഒരു നെക്സ്റ്റ് ജനറേഷൻ പോലെയാണ് ഷെവർലെ സ്പാർക്ക് കൊണ്ടുവന്നത്. അതിനുശേഷമാണ് സക്സസർ എന്ന നിലയ്ക്ക് ബീറ്റ് വരുന്നത്. സോ ഇതാണ് ഇതിന്റെ ഒരു ലൈനപ്പ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫോമേഴ്സ് എന്ന മൂവിയിൽ ബീറ്റിന്റെ പ്രസൻസ് കണ്ടിട്ട് എക്സൈറ്റഡ് ആയിട്ടുള്ളവരായിരിക്കും നമ്മളിൽ ഒരുപാട് പേരും. ഓക്കെ, സോ ബീറ്റ് ഇറങ്ങിയ സമയത്ത് ഇതിന്റെ USP എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഫ്യൂവൽ എഫിഷ്യൻസി തന്നെയായിരുന്നു. പിന്നെ ലുക്സിന്റെ കാര്യത്തിലാണെങ്കിലും നല്ലൊരു സ്റ്റൈലിഷും ഫ്രഷും ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയായിരുന്നു ബീറ്റിൻ്റെത്. അതുകൊണ്ട് തന്നെ ബീറ്റ് അത്യാവശ്യം നല്ലതുപോലെ സെല്ല് ചെയ്ത ഒരു വണ്ടിയായിരുന്നു. സോ ഇനി നമുക്ക് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യത്തെ പറ്റി തന്നെ പറയാം, ഡ്രൈവബിലിറ്റി. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഈ വണ്ടിയുടെ എഞ്ചിനെ പറ്റി ഒന്ന് പറയാം. ഇതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കാം, മിസ് ഔട്ട് ചെയ്തവർക്ക് പറയുന്നതേ ഉള്ളൂ. സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ബീറ്റിന്റെ പെട്രോളും ഡീസൽ വേരിയൻസ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. പെട്രോൾ എഞ്ചിനിൽ വന്നിരുന്നത് ഒരു 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനായിരുന്നു. അതിന്റെ പീക്ക് പവർ എന്ന് പറയുന്നത് 6200 RPM ഒരു 79 to 80 bhp ആയിരുന്നു. അതിനൊരു 108 Nm ടോർക്കും വരുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇപ്പോൾ ഓടിക്കുന്ന ബീറ്റിന്റെ ഡീസൽ വേർഷനിൽ ഒരു 1 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ് വന്നിരുന്നത്. ഈ ഒരു 936cc എഞ്ചിന്റെ മാക്സ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 4000 RPM 58 bhp ആണ്. ഒരു 150 Nm ടോർക്കും വരുന്നുണ്ട്. ഈ ഒരു 936cc 3 സിലിണ്ടർ എഞ്ചിൻ ഡിറൈവ് ചെയ്തിരിക്കുന്നത് നമുക്കെല്ലാം അറിയാവുന്ന പോപ്പുലർ ആയിട്ടുള്ള 1.3 ലിറ്റർ ഫിയറ്റ് മൾട്ടിജെറ്റ് എഞ്ചിനിൽ നിന്നുമാണ്. ജനറൽ മോട്ടോഴ്സും ഫിയറ്റും കൂടിയാണ് വളരെ പ്രശസ്തമായ ഈ ഒരു 1.3 ലിറ്റർ മൾട്ടിജെറ്റ് ഡീസൽ എഞ്ചിൻ ഡെവലപ്പ് ചെയ്തത്. സോ ബീറ്റിൽ വന്നപ്പോൾ നൈസായിട്ട് ഒരു സിലിണ്ടർ എടുത്ത് മാറ്റി, പിന്നെ മൈന്യൂട്ടായ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി ബീറ്റിൽ വെച്ചു. ഈവൻ ടർബോ ചാർജർ ആയാലും ഫിയറ്റിൽ നമ്മൾ കണ്ട ആ ഒരു സെയിം ഫിക്സ് ജോമെട്രി ടർബോ തന്നെയായിരുന്നു ഇതിലും വന്നത്. സോ ഇതൊക്കെ ആയപ്പോൾ ബീറ്റിൽ വളരെ ഫ്യൂവൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു 3 സിലിണ്ടർ എഞ്ചിൻ തന്നെ കിട്ടിയെന്ന് പറയാം. അത്രയും റിലയബിൾ ആയിട്ടുള്ള 1.3 ലിറ്റർ മൾട്ടിജെറ്റ് എഞ്ചിനിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബീറ്റിലിരിക്കുന്ന 1 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനും റിലയബിൾ ആയിരിക്കും എന്ന് നമ്മൾ
ചിലപ്പോൾ വിചാരിക്കും. അങ്ങനെ വിചാരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, കാരണം പല കാസിൽ ഇത് പ്രൂവൺ ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ്. പക്ഷേ അവിടെയാണ് ഒരു ട്വിസ്റ്റ് വരുന്നത്. ഇങ്ങനത്തെ കുറച്ച് ചേഞ്ചസ് എഞ്ചിനിൽ കൊണ്ടുവന്നപ്പോൾ ഫ്യൂവൽ എഫിഷ്യൻസി നന്നായിട്ട് കൂടിയെങ്കിലും റിലയബിലിറ്റിയുടെ ഗ്രാഫ് നേരെ താഴേക്ക് വന്നു. സോ ഈ ഒരു വണ്ടിയുടെ റിലയബിലിറ്റി എന്ന് പറയുന്നത് വളരെ വളരെ മോശമാണ്. പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു പരിധി വരെയൊക്കെ ഇത് റിലയബിൾ ആക്കാം. അതിനെപ്പറ്റി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പറയാം. സോ ഡ്രൈവബിലിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എഞ്ചിൻ്റെ മാക്സ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു 58 bhpയും ഒരു 150 Nm ടോർക്കുമാണ്. ഞാൻ ഈ ഒരു വണ്ടി സിറ്റിയിലും യൂസ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഹൈവേ ക്രൂസിംഗും ചെയ്തിട്ടുണ്ട്. സിറ്റി ഡ്രൈവ്സിലൊക്കെ അത്യാവശ്യം ടോർക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എഫേർട്ട്ലെസ് ആയിട്ട് മാനുവർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണത്. റൈഡ് ക്വാളിറ്റി ആയാലും അടിപൊളിയാണ്. സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ സൈഡ് ആയതുകൊണ്ട് തന്നെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഒട്ടും ഒരു ബമ്പി ഫീലോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സ്റ്റിയറിംഗ് ആയാലും ലൈറ്റാണ്. ഇതിൽ ഇലക്ട്രിക് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. നല്ലൊരു ഫീഡ്ബാക്കും കിട്ടുന്ന ഒരു സ്റ്റിയറിംഗ് സെറ്റപ്പാണ്. സോ സിറ്റിയിലെ ഡ്രൈവ്സ് ഒക്കെ എഫേർട്ട്ലെസ് ആണെന്ന് തന്നെ പറയാം. പിന്നെയുള്ളൊരു കാര്യം, കുറച്ച് പേരൊക്കെ ഇതിൻ്റെ ക്ലച്ച് ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അത്ര ഹെവി ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. മേ ബി പെട്രോൾ വേരിയൻ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് തോന്നിയേക്കാം. സോ ഇതൊക്കെയാണ് സിറ്റി ഡ്രൈവ്സിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ. പക്ഷേ നമ്മൾ ഹൈവേസിലോട്ടൊക്കെ കയറി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ലോങ് ഡ്രൈവിനൊക്കെ പോകുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ തോന്നാം. അതിനെപ്പറ്റി ഞാൻ പറയാം. കുറച്ച് ടോർക്കി ആയിട്ടുള്ള ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ സിറ്റിയിലെ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലേക്ക് നമുക്ക് വേറെ പ്രശ്നമൊന്നും തോന്നിയില്ലെങ്കിലും ഹൈവേയിലോട്ട് കയറുമ്പോൾ എഞ്ചിൻ നല്ലൊരു എഫർട്ട് എടുക്കുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ടേബോ ലാഗിൻ്റെ പ്രശ്നങ്ങൾ വലുതായിട്ടൊന്നും ഇല്ലെങ്കിലും ഈ ഒരു എഞ്ചിൻ വളരെ ലീനിയർ ആയിട്ടാണ് പുൾ ചെയ്യുന്നത്. അതുകൊണ്ട് ചില ഓവർടേക്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്കത് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു വണ്ടിയുടെ ലോ എൻഡും മിഡ് റേഞ്ചും ഓക്കെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ടോപ്പ് എൻഡ് നല്ല ഫ്ലാറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, റൈഡൊക്കെ നല്ല സ്മൂത്ത് ആണ്, വൈബ്രേഷൻസ് ഒക്കെ നല്ല കണ്ടന്റ് ആണ്. പക്ഷെ നമ്മൾ ഇതിന്റെ പീക്ക് ഔട്ട്പുട്ടിലോട്ട് പുഷ് ചെയ്യുമ്പോൾ എഞ്ചിൻ നല്ല നോയ്സ് ആകാറുണ്ട്. നോയ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും. നമുക്ക് ബീറ്റിൽ ഹൈ സ്പീഡ്സിൽ പോകാൻ പറ്റില്ല എന്നല്ല, 100ലും 120യിലൊക്കെ നമുക്ക് ക്രൂസ് ചെയ്യാം. പക്ഷെ എഫേർട്ട്ലെസ് ആയിട്ട് അത് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പിന്നെ കുറച്ച് ടോൾ ആയിട്ടുള്ള ഒരു ബോഡി ടൈപ്പ് ആയതുകൊണ്ട് തന്നെ സ്പീഡ്സിൽ കേർവ്സ് ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് ബോഡി റോളൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. ബീറ്റ് ഡീസൽ എന്ന് പറയുന്നത് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യേണ്ട ഒരു വണ്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഡ്രൈവബിലിറ്റിയെ പറ്റി ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് സർവീസിൻ്റെയും പിന്നെ കോമൺ ആയിട്ട് ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരാവുന്ന കുറച്ച് കാര്യത്തെ പറ്റിയും പറയാം. ബീറ്റ് ഡീസൽ ലോഞ്ച് ചെയ്ത സമയത്ത് കമ്പനിയുടെ പീരിയോഡിക് സർവീസ് എന്ന് പറയുന്നത് ഒരു 15,000 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു 1.5 വർഷമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ കിലോമീറ്റേഴ്സോ ടൈം പീരിയഡോ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഏറ്റവും സൂട്ടബിൾ ആവുന്നത് 1 ഇയർ അല്ലെങ്കിൽ ഒരു 10,000 കിലോമീറ്റേഴ്സിൽ റുട്ടീൻ ഓയിൽ ആൻഡ് ഫിൽറ്റർ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. യൂഷ്വലി ഞാനൊരു 10,000 കിലോമീറ്റേഴ്സ് വരെ ഒന്നും വെയിറ്റ് ചെയ്യാറില്ല, അതിന് മുന്നേ ഓയിൽ ചേഞ്ച് ഒക്കെ ചെയ്യാറുണ്ട്. സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബീറ്റ് ഡീസൽ തീരെ റിലയബിൾ ആയിട്ടുള്ള ഒരു കാറല്ല. അതുകൊണ്ട് തന്നെ സർവീസ് സൈഡിൽ നമുക്ക് ഒരു കോംപ്രമൈസ് ചെയ്യാനും പറ്റില്ല. കാരണം ഓരോ ചെറിയ കാര്യങ്ങൾ പോലും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയും കെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു എഞ്ചിൻ ലൈഫ് കിട്ടും. നമ്മൾ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല, ഈ ഒരു വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ റഫ് യൂസ് ചെയ്തൊരു വണ്ടിയാണ്. ഏകദേശം ഒരു 1,00,000 കിലോമീറ്റർ അടുപ്പിച്ചും ആയിട്ടുണ്ട്. ഈ ഒരു പീരീഡിനുള്ളിൽ 2 പ്രാവശ്യമാണ് എഞ്ചിന് പണി കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു എമൗണ്ടും പോയിട്ടുണ്ട്. പിന്നെ ടർബോ ചാർജറിന്റെ കാര്യം നോക്കിയാലും ഐഡ്ലിംഗ് റൂൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്തിരിക്കേണ്ട ഒരു വണ്ടിയാണിത്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ടർബോ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാം. അതുപോലെ തന്നെയാണ് ഫ്യൂവൽ പമ്പിന്റെ കാര്യവും. ബീറ്റ് ഡീസലിൽ കോമൺ ആയിട്ട് കണ്ടുവന്നിട്ടുള്ള ഇഷ്യൂ ആണ് ഫ്യൂവൽ പമ്പ് പോവുക എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് ഒരു 8 to 10 ലിറ്റേഴ്സ് ഓഫ് ഫ്യൂവൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഫ്യൂവൽ പമ്പിന്റെ ലൈഫും എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ ഇതിൽ ടൈമിംഗ് ചെയിൻ ആണ് വരുന്നത്, അതുകൊണ്ട് ഒത്തിരി നേരത്തെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഓയിൽ ചേഞ്ച് ഒക്കെ കറക്റ്റ് പീരീഡിലാണ് ചെയ്യുന്നതെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ചെയിൻ്റെ സൗണ്ട് ചെറുതായിട്ട് കേൾക്കുമ്പോൾ തന്നെ ഒത്തിരി നീട്ടി വെക്കാതെ റീപ്ലേസ് ചെയ്താൽ വലിയ പണികളൊക്കെ നമുക്ക് ഒഴിവാക്കാം. സർവീസിന്റെ സൈഡിലോട്ട് വരുമ്പോൾ ഇതാണ് നമ്മൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. സോ ഈ ഒരു വർഷം തീരാറാവുമ്പോൾ ആർക്കൊക്കെയാണ് ബീറ്റ് ഡീസൽ എടുക്കാൻ പറ്റിയതെന്ന് ചോദിച്ചാൽ, ഇനി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ബീറ്റ് ഡീസൽ നിങ്ങൾക്ക് നോക്കാം. ബീറ്റ് ഡീസൽ എന്ന് പറയുന്ന വണ്ടി ഒരിക്കലും ഒരു ക്യുക്ക് കാറല്ല. വണ്ടി ഓടിക്കുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റോ ത്രില്ലോ തരുന്ന ഒരു വണ്ടിയോ അല്ല. പക്ഷെ നിങ്ങളുടെ പേർപ്പസ് എന്ന് പറയുന്നത് പോയിന്റ് എ നിന്നും പോയിന്റ് ബിയിലോട്ട് പോവുക, അല്ലെങ്കിൽ എല്ലാ ദിവസവും അത്യാവശ്യം കുറച്ച് ദൂരം ട്രാവൽ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്കൊരു ഗുഡ് ലുക്കിംഗ് കാർ വേണം, പക്ഷേ വലിയൊരു ബഡ്ജറ്റിലോട്ട് പോകാൻ സാധിക്കില്ല. നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻസി വേണമെങ്കിലും നിങ്ങളുടെ സോൾ പേർപ്പസ് യൂട്ടിലിറ്റി ആണ്. സോ വലിയ പവറിന് കൺസേൺ ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു റിലാക്സ് ഡ്രൈവിംഗ് സ്റ്റൈലിൽ ഓക്കെ ആകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ബീറ്റ് ഡീസൽ കുഡ് ഡെഫിനറ്റ്ലി ബി ആൻ ഓപ്ഷൻ. പിന്നെ ടോപ്പ് ആൻഡ് മോഡൽ കിട്ടുവാണെങ്കിൽ ABSഉം 2 എയർ ബാഗ്സും അതിൽ വരുന്നുണ്ട്. സോ അത്യാവശ്യത്തിന് സേഫ്റ്റിയും കിട്ടും. സോ ഇങ്ങനെയുള്ളവർക്ക് ഡെഫിനറ്റ്ലി ബീറ്റ് ഡീസൽ നോക്കാവുന്ന ഒരു വണ്ടിയാണ്. സർവീസിന്റെ കാര്യം പറഞ്ഞത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചേക്കാം. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഇതാണ് ബീറ്റ് ഡീസലിനെ പറ്റിയുള്ള എൻ്റെ ഒപ്പീനിയൻ, എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു കാസിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആയിട്ടോ കാണാം. അൺടിൽ ദെൻ, സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ. ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ തോട്ട്സ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.